Welcome to Beyond Belief. It's me, Nia. 1962 ഓഗസ്റ്റ് 5-ാം തീയതി പുലർച്ചെ 4:25 ലോസ് ആഞ്ചലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റാൽഫ് ഗ്രീൻസൺ. ഫോൺ എടുത്ത പോലീസ് സർജൻ ജാക്ക് ക്ലെമൻസ് പതറിയ ശബ്ദത്തിൽ അയാളെ അറിയിച്ച വാർത്ത കേട്ടിട്ട് അദ്ദേഹം തരിച്ചു നിന്നു. മെർലിൻ മൺറോ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ലോക യുവത്വത്തെ ത്രസിപ്പിച്ച വിശ്വസുന്ദരി. 1950 ജോൺ ഹസൻ്റെ ദി ആസ്ഹാൾട്ട് ജംഗിൾ എന്ന ഒരു ചിത്രത്തിൽ ഒരു ചെറിയൊരു വേഷം ചെയ്ത് സിനിമാ ജീവിതം ആരംഭിച്ച വ്യക്തിയായിരുന്നു. പിന്നീട് ഓൾ അബൌട്ട് ലവ്, ജെന്റിൽമാൻ പ്രിഫർ ബ്ലോൺസ്, ഹൗ ടു മാരി എ മില്യനെയർ, ദർ ഈസ് നോ ബിസിനസ് ലൈക്ക് ഷോ ബിസിനസ്, 7 ഇയർ ഈച്ച്, ബസ് സ്റ്റോപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹോളിവുഡിൻ്റെ മികച്ച ഒരു അഭിനേത്രിയായും ഗ്ലാമർ നായികയായിട്ട് മാറിയ മെർലിൻ മൺറോ. ചുരുങ്ങിയ സമയം കൊണ്ട് ലോക പ്രശസ്തിയുടെ കൊടുമുടിയിൽ തൻ്റെ സ്ഥാനമുറപ്പിച്ച മെർലിൻ മൺറോ അവർ മരണപ്പെട്ടു എന്ന വാർത്ത ജാക്ക് ക്ലെമൻസിന് ഒരു വെള്ളടി പോലെയാണ് അനുഭവപ്പെട്ടത്. ബ്രെൻവുഡിലെ മെർലിൻ്റെ ബംഗ്ലാവിൽ അയാൾ എത്തുമ്പോൾ കണ്ടത് പൂർണ്ണ നഗ്നയായിട്ട് മെർലിൻ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നതാണ്. ഒരു കയ്യിൽ ടെലിഫോൺ റിസീവർ ഉണ്ടായിരുന്നു. മയക്കുമരുന്നിൻ്റെ കുപ്പികൾ അടുത്തുള്ള മേശപ്പുറത്ത് നിരയൊഴിച്ച് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കുഴിച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ സാന്നിധ്യമൊന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മെർലിനോടൊപ്പം താമസിച്ചിരുന്ന വീട്ടുജോലിക്കാരിയായിരുന്നു യൂനിസ് മുറെ രാവിലെ 3 മണിയോടെ മെർലിൻ്റെ മുറി അകത്തു നിന്നും പൂട്ടിയതായിട്ട് കണ്ടെത്തിയത്. കുറേ നേരം വിളിച്ചിട്ടും അകത്തു നിന്നും യാതൊരു വിധത്തിലുള്ള അനക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ജനലിലൂടെ നോക്കിയ മുറെ മെർലിൻ മുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ അവർ മെർലിൻ്റെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ റാൽഫ് ഗ്രീൻസനെ വിവരം അറിയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേട്ടിട്ട് അവിടെ എത്തിയ റാൽഫ് ഗ്രീൻസൺ ജനൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ മെർലിൻ മൺറോയെ കണ്ടെത്തിയത്. ഒരു ഗൂഢാലോചന നടന്നതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ ജാക്ക് ക്ലെമൻസിന് അനുഭവപ്പെട്ടു. മരണശേഷം ആരൊക്കെയോ ചേർന്നിട്ട് മെർലിൻ്റെ ശരീരം മാറ്റിക്കിടത്തിയിരിക്കുന്നു എന്ന് അയാൾക്ക് ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മുറിയിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും കണ്ടെത്താനായിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു കുറ്റകൃത്യമായിട്ടാണ് അന്ന് അയാളത് തിരിച്ചറിഞ്ഞത്. അയാളുടെ ഡയറിയിൽ ഇങ്ങനെയാണ് കുറിച്ചിട്ടത്: മെർലിൻ മൺറോ ആത്മഹത്യ ചെയ്തതല്ല, അവളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു, അതാണ് സത്യം. അങ്ങനെ ചിന്തിക്കാനായിട്ട് അയാൾക്ക് പിന്നെയും കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. രാത്രി 10:30 മെർലിൻ മരണപ്പെടുന്നത്. എന്നാൽ അവർ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ ഒരു വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചത്. അതിനിടയിലുള്ള സമയത്തിനുള്ളിൽ പല വാഹനങ്ങളും അവിടെ വന്ന് പോയിരുന്നതായിട്ടും അവിടെ നിന്നും വിലപിടിപ്പുള്ള പല രേഖകൾ കടത്തപ്പെട്ടതായിട്ടുമൊക്കെ ജാക്ക് ക്ലെമൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മെർലിൻ രഹസ്യങ്ങളെല്ലാം എഴുതി വെച്ചിരുന്ന അവളുടെ ഒരു ചുവന്ന ഡയറി ഉൾപ്പെടെ എല്ലാ രേഖകളും അവിടെ നിന്നും നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷമായിട്ടാണ് ആ ഒരു മരണ വാർത്ത ലോകത്തെല്ലാവരും അറിയുന്നത്.
ലോകം അതികഠിനമായിരുന്നു. എന്നെ വളർത്തിയ കുടുംബം പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്നും പുറത്തു വിടുന്നതിനായി സിനിമയ്ക്ക് അയക്കുമായിരുന്നു. ഞാൻ രാവും പകലും അവിടെ ചെലവഴിച്ചു. ആ ഒരു വലിയ സ്ക്രീനിന് മുന്നിൽ ഞാൻ ഒറ്റയ്ക്ക്. ആ ലോകം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി. ഈ കാണുന്നത് അഭിനയമാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരു അഭിനേത്രിയാകണമെന്നായി. ആ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കുട്ടിയാകുമ്പോഴേ ഉണ്ടായിരുന്നു. മെർലിൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ഒരു റേഡിയോ പ്ലെയിൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെ അവിചാരിതമായിട്ടാണ് മെർലിൻ സിനിമയിലേക്കൊക്കെ എത്തുന്നത്. മികച്ച ഒരു അഭിനേത്രി എന്ന നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന മെർലിന് ലഭിച്ചിരുന്നതെല്ലാം തന്നെ ലൈംഗിക ചുവയുള്ള സിനിമകളായിരുന്നു. 7 Year Itchലെ സബ്വേ പോസ് ഉൾപ്പെടെ അവരുടെ ഒരു മാദക നടി എന്ന ലേബലിൽ മാത്രമാണ് പ്രേക്ഷകരെല്ലാം മാറ്റി നിർത്താനായിട്ട് കാരണമായത്. അവരുടെ വശ്യതയിൽ പ്രണയ പരവശയായ പ്രമുഖരിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. സിനിമാ ജീവിതവും പ്രണയബന്ധങ്ങളുമെല്ലാം മാനസികമായിട്ട് മെർലിനെ വളരെയധികം തളർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ വ്യക്തി ജീവിതവും പലപ്പോഴും തുറന്നു വെച്ച ഒരു പുസ്തകം പോലെ ലോകം ഒന്നാകെ ചർച്ച ചെയ്യുകയും അവർ അകാരണമായിട്ട് വലിയ വിമർശനങ്ങൾക്ക് പാത്രമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മയക്കുമരുന്ന് നിരന്തരം ഉപയോഗിച്ചിരുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്ന മെർലിൻ്റെ മരണം ആത്മഹത്യ എന്ന് എളുപ്പത്തിൽ തന്നെ എല്ലാ ഡോക്ടേഴ്സിനും ഉദ്യോഗസ്ഥർക്കും ഒക്കെ വിധി എഴുതാൻ ഈസിയായിരുന്നു. മെർലിൻ്റെ മരണത്തെക്കുറിച്ചിട്ട് പല അഭ്യൂഹങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മെർലിൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശിപ്പിക്കപ്പെട്ട മെർലിന് പ്രണയബന്ധം ഉണ്ടായിരുന്ന കെന്നഡി സഹോദരന്മാരുടെ പങ്കിനെക്കുറിച്ച് പോലും അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിരവധി പുസ്തകങ്ങളും സിനിമകളും അവരുടെ മരണത്തെ ആസ്പദമാക്കി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല കഥകളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. മെർലിൻ്റെ കാമുകന്മാരും സൈക്കാട്രിസ്റ്റും അടക്കമുള്ളവർ ഓരോ കഥയിലും പല കാലങ്ങളിലായിട്ട് വില്ലന്മാരായി തീർന്നു. കൊലപാതകം, ആത്മഹത്യ, അപകടം തുടങ്ങി മെർലിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും സജീവമാണ്. 36-ാം വയസ്സിൽ അകാല മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിലും എന്നേക്കുമായിട്ട് ഹോളിവുഡിൻ്റെ ചരിത്രത്തിൽ മെർലിൻ മൺറോ എന്ന പേര് രേഖപ്പെടുത്തപ്പെട്ടു. ആ ഒരു വിശ്വസുന്ദരിയുടെ മരണം ചുരുളഴിയാത്ത രഹസ്യമായിട്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറവും അവശേഷിക്കുന്നു.